നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഈ ഭാഗത്ത് പോകുന്നത്? നിലവിൽ ഇപ്പോൾ ഊർജിതമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഇവിടെ പിന്നെ ഈ ഇൻസൈഡ് നമ്മളിപ്പോൾ നിൽക്കുന്നിടക്കുന്ന 15 മീറ്റേഴ്സ് മുകളിലാണ് ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ 3 കോളം ടീംസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഇന്നലെ മുതലേ ആക്റ്റീവ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 3 കോളം ടീം പല പല സൈഡിലായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഏരിയ ഫുൾ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തത്. നമുക്കിപ്പോൾ 2 ഡെഡ് ബോഡീസ് നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിലവിൽ എത്ര ടീം ആണ് നമ്മോടൊപ്പം ഉള്ളത്? നിലവിൽ ഇപ്പോൾ ഞങ്ങൾ 122 ഇൻഫൻട്രി ബറ്റാലിറ്റിയെ കോഴിക്കോട് നിന്ന് വന്നതാണ്. ഇവിടെയുള്ള കേണൽ വിശ്വനാഥ് സാബിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ ടീമാണ് ഇവിടെ റെസ്ക്യൂ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ വന്നിരുന്നു. രാവിലെ അവിടെ 2 ഡെഡ് ബോഡി കിട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇന്നലെ ഈ സൈഡിലുള്ള ആൾക്കാരെ മൊത്തം ഞങ്ങൾ ഒഴിപ്പിച്ച് ഇതിന്റെ മുകളിൽ ഒരു 3 വാലി റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നിർത്തി അവിടുന്ന് ഞങ്ങൾ അവരെ വൈറോഡ് റെസ്ക്യൂ അവിടുന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബോഡി ഉള്ളതായി കരുതുന്നുണ്ട് സാർ? ഇനിയിപ്പോൾ ബോഡി ഉണ്ട് എന്നാണ് വീട്ടിന്റെ അടിയിൽ, ഇതിന്റെ അടിയിൽ ബോഡി ഉണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ടെറൈൻ റെസ്ക്യൂ മിഷന് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ടെറൈൻ തന്നെയാണോ സാർ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടെറൈൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഭയങ്കര കുത്തൊഴുക്കായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇന്നാണ് നമ്മുടെ റെസ്ക്യൂ ടീം താഴോട്ട് കാണുന്നത്, ക്യാമറ കാണാം. അത് ഫുള്ള് നമ്മുടെ റെസ്ക്യൂ ടീമാണ്, 122ന്റെ റെസ്ക്യൂ ടീമാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ നാട്ടുകാർ പറയുന്നത് ഇവിടെ ശക്തമായ വെള്ളം ഇന്നും വരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഞങ്ങളുടെ സാവാണ്, എക്സ് സുബേദാർ മേജർ വിജയൻ സാവാണ്. 122ാം പ്രാദേശിക സേനയുടെ എക്സ് സുബേദാർ മേജർ ആയിരുന്നു ഞാൻ. എൻ്റെ ബറ്റാലിയനാണിത്. ഇതിപ്പോൾ അവർ ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ 60 ജവാൻ ആ ബറ്റാലിയനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ 122ാം പ്രാദേശിക സേനയുടെ ജവാന്മാരാണ് നമ്മൾ കിട്ടുന്ന ഡെഡ് ബോഡി. ഇപ്പോൾ 3 കിട്ടി താഴെ കൊണ്ടുപോയി കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീടുകൾക്കുള്ളിലൊക്കെ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നുണ്ടല്ലേ? ഇവിടെ ഫസ്റ്റില് വീടുകളിൽ കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ വീടിനകത്ത് ഉള്ളത് ഇല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. എവിടുന്നൊക്കെ ഇനിയിപ്പോ ടോട്ടലായിട്ട് അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പറ്റൂല. അതൊക്കെ ഇനി കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണം പറയാൻ. രാഹുൽ, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കണം. നിലവിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഈ ഉത്ഭവസ്ഥാനം. അതായത് ഈ ഉരുൾപൊട്ടലിന്റെ, ഈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഉത്ഭവസ്ഥാനം ഇതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ദൗത്യസംഘം, ഈ രക്ഷാസംഘം ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നതാണ്. ഈ 2 മലയുടെയും മുകളിലേക്കൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾ അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി മാറ്റിയ ആളുകൾ ഈ മലമുകളിലൊക്കെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഏലക്കാടുകളാണ് മറുഭാഗത്തുള്ളത്, കൂറ്റൻ മരങ്ങളുണ്ട്. ഞങ്ങൾ എത്തിയ ഈ ഭാഗം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രധാന പീക്ക്. ഇതിന് ഒരു 15 മീറ്റർ മുകളിലേക്ക് മാറിയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ നിന്നാണ് ഉരുൾ പൊട്ടി ഒഴുകി താഴേക്ക് പോയത്. താഴെയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഉള്ളത്. ആ ജംഗ്ഷനിലെത്തി അവിടെ കുറേയധികം വീടുകൾ തകർത്ത് അങ്ങനെ ഒഴുകി ചൂരൽമല ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ പ്രദേശമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. NDRFന്റെയും അതോടൊപ്പം T-22 ജവാന്മാരുടെയും ഒക്കെ സംഘം താഴെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, കുത്തൊഴുക്കാണ് നിലവിലിപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട നദി കുത്ത് ഒഴുക്കാണ് ഇവിടെയുള്ളത്. അത് ഇറങ്ങി അക്കരക്കരയിലേക്ക് പോയി ഈ തെരച്ചിൽ നടത്തുന്നതിന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പറയുന്ന ആ കാര്യത്തിൽ കഴമ്പുണ്ട്. കാരണം 3 മൃതദേഹങ്ങൾ അവരിപ്പോൾ ഇവിടെ നിന്നും കണ്ടെടുത്തു. രാവിലെ ഇവിടെ വന്നതിന് ശേഷം 3 മൃതദേഹങ്ങളാണ് അവർ ഈ ഭാഗത്തു നിന്നും ഇതുവരെ കണ്ടെടുത്തത്. പല വീടുകളിലും മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനൊരു പ്രധാന കാരണമുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായി വെള്ളം കുത്തിയൊഴുകി വന്ന ആദ്യ ഇമ്പാക്റ്റ് ഉണ്ടായത് ഈ പ്രദേശത്ത് ജീവിക്കുന്നവരിലാണ്. ആദ്യ ഇമ്പാക്റ്റ്, അതായത് ഒന്ന് ഓടി മാറാൻ പോലും സാധിക്കാതെ ഈ കുത്തിയൊഴുകി ജലം വരുന്നത് ആദ്യം അഫക്റ്റ് ചെയ്ത ആളുകൾ ഇവരാണ്. രാഹുൽ, ഒരു ജീപ്പ് കിടക്കുന്ന ഒരു രംഗം കാണിച്ചു തരാം. അപ്പം മനസ്സിലാകും ഇവിടെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ആ കാണുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ വാഹനങ്ങളാണ്. ഒരു ജീപ്പ് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അറിയാം. അതായത് എടുത്ത് മറിച്ചിരിക്കുകയാണ് ഒരു ജീപ്പ്. അതോടൊപ്പം തന്നെ ഒരു ബുള്ളറ്റ് ആ ഭാഗത്ത് കിടപ്പുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ തകർത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ കണ്ടതാണ് ഒരു കാറ്. അതായത് ഒരു പുതിയ കാറ് അത് തകർന്ന് തരിപ്പണമായി വഴിയിൽ കിടക്കുന്നു. ഒട്ടനവധി വീടുകൾ തകർന്നു കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും കഠിനമായ
മേഖല ഇത് തന്നെയാണ്. കാരണം ഈ ഉരുൾപൊട്ടലിന്റെ അതിന്റെ ഒരു ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഈ മേഖലയാണ് എന്നതിനാൽ തന്നെ ഏറ്റവും കഠിനമായ മേഖലയും ഇത് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല.